കേരളത്തിലെ KSRTC ഉദ്യോഗസ്ഥരുടെ ദുരിതപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. കാരണം ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ സ്റ്റേ ബസ്സിലെ ജീവനക്കാർക്ക് കുടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം നിഷേധിച്ചിരിക്കുകയാണ് അതിരപ്പള്ളി പഞ്ചായത്ത്. 2 ബസ്സുകൾ രാത്രി എത്തി രാവിലെയാണ് വനപാതയിലൂടെ തിരിച്ചുള്ള ട്രിപ്പ് നടത്തുന്നത്. ആദിവാസികൾ ഉൾപ്പെടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ബസ്സിലെ ജീവനക്കാർക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് ശരിക്കും വലിയ ബുദ്ധിമുട്ടുകളാണ്. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് എത്തി ഇവിടെ സ്റ്റേ ചെയ്യുന്ന KSRTC ബസ്സാണിത്. ഇവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഈ KSRTC ബസ്സിൽ ഇവിടെ എത്തി സ്റ്റേ ചെയ്യുന്ന ജീവനക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നേരിട്ട് കാണാനും അറിയാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് മാതൃഭൂമി ന്യൂസ് സംഘം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വൈകുന്നേരം 7:30യോടെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള KSRTC ബസ് എത്തും. വന്യമൃഗ ആക്രമണങ്ങൾ പതിവായ മേഖലയിലൂടെ കടന്ന് യാത്രക്കാരെ സുരക്ഷിതമായി എത്തിക്കും. പക്ഷേ അവിടെ തീരുന്നില്ല ഈ ജീവനക്കാരുടെ ജോലി. പിന്നീടാണ് ദുരിതം തുടങ്ങുന്നത്. നമ്മൾ വണ്ടി കഴുകും, നമ്മൾ കുളിക്കും, നാളെ രാവിലേക്കുള്ള വെള്ളം കൊണ്ടുപോകും. നാളെ രാവിലെ ഞങ്ങൾക്ക് 4 പേർക്ക് കുളിക്കണം, ബാത്റൂമിൽ പോകണം, അതിനുള്ള വെള്ളം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇത് ഈ ടാങ്കിൻ്റെ അടപ്പാണ്. ഇപ്പോൾ ടാങ്ക് ഇപ്പോൾ എടുത്ത് വയ്ക്കും. പിന്നെ 2 ബക്കറ്റ് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ 4 പേര് കുളിച്ച് ബാത്റൂമിൽ വിട്ട് രാവിലെ പോകും. ഈ വെള്ളം നിറയ്ക്കുന്നത് തൊട്ടടുത്ത ദിവസം ഈ ബസ്സിലെ ജീവനക്കാർക്കും ഇതിന് പുറകിൽ വരുന്ന ബസ് ജീവനക്കാർക്കും വേണ്ടിയാണ്. അതിനു പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിന് മുകളിലാണ് സ്റ്റേ ബസ്സിലെ ജീവനക്കാർ രാത്രി താമസിക്കുന്നത്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഇവിടെ നിന്ന് ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് വെള്ളം നൽകാതായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇപ്പോൾ വെള്ളം പുറമേ നിന്നും കൊണ്ടുവരേണ്ട സ്ഥിതി. ദീർഘദൂര ട്രിപ്പ് കഴിഞ്ഞു വരുന്ന ജീവനക്കാർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും വെള്ളം നൽകുന്നില്ല പഞ്ചായത്ത് അധികൃതർ. എല്ലാത്തിനും ആവശ്യമായ വെള്ളം നിറച്ചു കൊണ്ടുവരികയാണ് ഈ ജീവനക്കാർ. ഇവിടെ എന്തെങ്കിലും കല്യാണ മണ്ഡപത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ വെള്ളം അടിക്കും. അത് ആ പരിപാടിയോടുകൂടി ആ വെള്ളം തീരുകയും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് തനിച്ചായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇത്രയും കാലം വെള്ളം മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. ഇപ്പോൾ കറണ്ടും കൂടെ നിർത്തി വെച്ചിരിക്കുക. 2.5 വർഷം മുൻപ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളം ബ്ലോക്ക് ചെയ്തത്. നമ്മൾ മന്ത്രി തലത്തിലും പഞ്ചായത്ത് തലത്തിലും നമ്മൾ ഒട്ടനവധി പരാതി കൊടുത്തിട്ടുണ്ട്. യാതൊരു വക പരിഗണന അതിന് കിട്ടിയിട്ടില്ല. ബക്കറ്റും വെള്ളവും എല്ലാം എടുക്കുന്നത് മലക്കപ്പാറയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടലുടമ മല്ലികയുടെ നല്ല മനസ്സുകൊണ്ട് ഇതെല്ലാം നടക്കുന്നു. അവിടുത്തെ മുകളിലെ ഒരു ചെറിയ തടാകങ്ങൾ, അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ അത് വറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയും വെള്ളം ഉണ്ടാവില്ല. പിന്നെ ആ സമയത്ത് ഞങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ഈ തൊട്ടടുത്ത ബെൻഡിൽ ചോലയുണ്ട്, കാട്ടുചോല. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കും. ചെക്ക് പോസ്റ്റിനടുത്തു നിന്ന് ബസ് കഴുകി വൃത്തിയാക്കി വെള്ളവുമായി നേരെ 2 കിലോമീറ്റർ മാറിയുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക്. രാവിലത്തേക്കുള്ള വെള്ളവുമായി KSRTC ബസ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പുറത്തൊന്നും തന്നെ വെളിച്ചമില്ല. വന്യമൃഗശല്യം ഏറെയുള്ള ആനയും പുലിയും കരടിയും ഉൾപ്പെടെ ഇവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. അവിടേക്ക് ഇനി ഇതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ലോക്കറിന്റെ സാധനമൊക്കെ പൊട്ടിപ്പോയി. മൂന്ന് കട്ടിലുണ്ടായിരുന്നു. അത് കൊറോണ സമയത്ത് കൊണ്ടുപോയി. അത് പിന്നെ കിട്ടിയിട്ടില്ല. ആരാ കൊണ്ടുപോയിട്ടുള്ളത്? പഞ്ചായത്തിന്റെ ഹെൽത്ത് കെയർക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. കൊറോണ രോഗികളെ കിട്ടാനേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാ. പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ശരിക്കും ഇവിടെ ഈ തണുപ്പത്ത് കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ, തീർച്ചയായും മരവിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോം വാങ്ങിച്ചിട്ടുണ്ട് വിരിച്ച് കിടക്കാനായിട്ട്. ഈ ദുരിതം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി.
ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചാലക്കുടി ഡിപ്പോയിലെത്തിയപ്പോൾ KSRTC ജീവനക്കാർ പരാതി പറഞ്ഞു. ഇതോടെ വെള്ളവും വൈദ്യുതിയും നൽകാൻ LDF ഭരിക്കുന്ന അതിരപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ മന്ത്രിയുടെ വാക്കിനു പോലും പുല്ലുവിലയാണ്. ഇവർക്ക് സ്റ്റേ ചെയ്യാനോ കുഴപ്പമൊന്നുമില്ല, സ്റ്റേ ചെയ്യും. പക്ഷേ വെള്ളമില്ലാന്നാണ് അവർ തമിഴ്നാട്ടിൽ അതിർത്തി വെള്ളം കോരിക്കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. ഒന്ന് പ്രസിഡന്റ് ആ പമ്പൊന്ന് ശരിയാക്കി മോട്ടോർ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. 300 രൂപയുടെ കറണ്ട് ചാർജ് അടയ്ക്കേണ്ട, ഒന്ന് അടച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രിപ്പ് പല മലയോര മേഖലകളിലേക്കും KSRTC എത്തിക്കാൻ പഞ്ചായത്തുകൾ പരമാവധി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ഉള്ള സർവീസുകൾ മുടക്കാനായി ഒരു കൂട്ടം ശ്രമിക്കുന്നത്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും യാതൊരു മനസ്സലിവും അതിരപ്പള്ളി പഞ്ചായത്തിനുണ്ടാകുന്നില്ല. ഈ ദുരിതത്തിൽ നിന്ന് എന്ന് കരകയറാൻ കഴിയുമെന്നാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത്. സുജി പട്ടാമ്പിക്കും ഫൈസലിനുമൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ലിഷോയ്, ആദ്യം തന്നെ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം. മന്ത്രി വിളിച്ച് പറഞ്ഞിട്ട് പോലും പുല്ല് വില കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ്, എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, ജനങ്ങൾക്ക് അത്രത്തോളം ഉപകാരപ്രദമുള്ള ഒരു സർവീസാണ്. ലിഷോയ് അവസാനം പറഞ്ഞതുപോലെ പല പഞ്ചായത്തുകളും ഇങ്ങനെ സർവീസ് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു പണി അവിടെ കാണിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിലും അവരുടെ പ്രതികരണങ്ങളിലും എല്ലാം തന്നെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ് എത്രത്തോളം ദുരിതമാണ് ആ KSRTC ജീവനക്കാർ അനുഭവിക്കുന്നത് എന്നുള്ളത്. കാരണം പലപ്പോഴും സ്റ്റേ ബസ്സൊക്കെ ഉള്ളപ്പോൾ ആ സ്റ്റേ ബസ്സിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മറ്റോ ആണ് പ്രധാനമായും ഒരുക്കാറുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ അനുബന്ധ സംഘടനകളോ ആരെങ്കിലും ഒക്കെയാണ് ഒരുക്കാറുള്ളത്. കാരണം നമുക്കറിയാം KSRTC ജീവനക്കാരെന്ന് പറയുന്നത് കൃത്യമായി ശമ്പളം പോലും ലഭിക്കാത്ത ഒരു വിഭാഗമാണ്. ഈ മലക്കപ്പാറ പോലുള്ള ഒരു മലയോര പ്രദേശത്തേക്ക് വനത്തിലൂടെ ഏകദേശം 40 കിലോമീറ്ററോളം താണ്ടി വേണം ഈ പ്രദേശത്തേക്ക് ചാലക്കുടിയിൽ നിന്ന് എത്താൻ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഇത്രയേറെ ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെ യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു സ്വസ്ഥമായി കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ അവർക്കത് ഉപയോഗിക്കാനായി ടോയ്ലറ്റിൽ പോകാൻ പോലും വെള്ളം നൽകാനായി പഞ്ചായത്ത് അധികൃതർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആ ഒരു ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ആദിവാസി മേഖലയിലൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സർവീസാണ്. 2 സർവീസുകളാണ് നൈറ്റ് സ്റ്റേ സർവീസായി ഉള്ളത്. ഈ 2 സർവീസിലെത്തുന്ന ജീവനക്കാർക്കും ഈ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ബസ്സിലെ ജീവനക്കാർക്ക് ശേഷം അവിടെ മറ്റ് ഒരു ബസ് കൂടി എത്തുന്നു. അവർക്ക് കൂടി വേണ്ട വെള്ളം ഈ ചെക്ക് പോസ്റ്റിന്റെ പരിസരത്തു നിന്നും ശേഖരിച്ച് കൊണ്ടുപോയാണ് അവർ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടിലാണ്. എത്രയോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സർവീസാണ്, അതിനാണ് ഇങ്ങനെ ഒരു പണി കാണിക്കുന്നത്. മന്ത്രി ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോലും അവർക്ക് സൗകര്യങ്ങൾ, വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി ഈ ഒരു വിവരം ഞങ്ങൾ അധികൃതരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. മന്ത്രി കാണണം, കൃത്യമായി ഇടപെടൽ ഉണ്ടാകണം എന്നാണ് അവസാനമായി പറയുന്നത്.